ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ നമ്മൾ ഒരു പുതിയ ടോപ്പിക് അല്ലെങ്കിൽ പുതിയ മൊഡ്യൂളിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഇൻഷുറൻസ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ ബാങ്കിങ്ങിനെ കുറിച്ച് പഠിക്കേണ്ടായി. ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്, സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻ, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഫങ്ഷൻ, ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചില പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി. അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് നോക്കേണ്ടായി. സോ നെക്സ്റ്റ് നമുക്ക് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ കോമൺ കോഴ്സിൽ അടുത്ത് നോക്കുന്നത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഇൻഷുറൻസ് അല്ലേ? എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? നമുക്കറിയാം, നമ്മുടെ ജീവിതം തന്നെ അല്ലേ, നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, സോഷ്യൽ ലൈഫ്, അതുപോലെ എക്കണോമിക് ലൈഫ്, പേഴ്സണൽ ലൈഫ് ഒക്കെ എടുത്ത് നോക്കിയാലും ഏതൊരു മേഖലയിലും റിസ്ക് ഇല്ലാത്തൊരു മേഖല നമുക്ക് കാണാൻ പറ്റില്ല. ക്ലിയർ? ഇപ്പോൾ വ്യക്തി ജീവിതം നമ്മളെടുത്ത് നോക്കിയാലും പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കിയാലും അവിടെയും റിസ്ക് ഉണ്ട്, പലതരത്തിലുള്ള റിസ്ക് ഉണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ സോഷ്യൽ ലൈഫിനെ സംബന്ധിച്ചുള്ള റിസ്ക് ഉണ്ട്, എക്കണോമിക് ലൈഫിനെ സംബന്ധിച്ചുള്ള റിസ്ക് ഉണ്ട്. ക്ലിയർ? ഇങ്ങനെ റിസ്ക് നമ്മുടെ ജീവിതവുമായി വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ പറയുന്നത് അല്ലേ, റിസ്ക് കനോട്ട് ബി അവോയ്ഡ്. റിസ്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റുകയില്ല. ക്ലിയർ? പക്ഷേ ഇങ്ങനെയുള്ള റിസ്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ റിസ്ക് ഇൻഹെറൻ്റ് ആയിട്ട് വരുന്ന ഒരു സിസ്റ്റത്തിൽ അല്ലേ, ഇൻഷുറൻസ് എന്ന് പറയുന്നത് അല്ലേ എന്ത് ചെയ്യുന്നു? ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ദി പോസിബിൾ റിസ്ക്. ഈ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള റിസ്കിന് എതിരായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനായിട്ട്, ഒരു കവചമായിട്ട്, അതിൽ നിന്നും വരുന്ന ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെഷറായിട്ട് എന്തറിയപ്പെടുന്നു? ഇൻഷുറൻസ് അറിയപ്പെടുന്നു. ക്ലിയർ? So it is a method which helps in shifting risk to the insurer in consideration of a nominal cost. ചെറിയൊരു എമൗണ്ട് നമ്മൾ പ്രീമിയമായി കൊടുത്തുകൊണ്ട് അല്ലേ, അതാണ് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ കോസ്റ്റ് ഇൻകർ ചെയ്തുകൊണ്ട് നമ്മുടെ റിസ്ക്, വലുതായിട്ട് വരാൻ സാധ്യതയുള്ള റിസ്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കൈവശം ഉണ്ടാകുന്ന റിസ്കിനെ മറ്റൊരു പാർട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഷിഫ്റ്റിംഗ് ഓഫ് റിസ്ക് ഫ്രം ഇൻഷുർഡ് ടു ദ ഇൻഷുറർ. ഇൻഷുറർ എന്ന് പറയുന്ന ആരാണ്? ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പം നമ്മുടെ റിസ്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു? ചെറിയൊരു എമൗണ്ടും അവർക്ക് കൺസിഡറേഷനായിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഈ കൺസിഡറേഷൻ നമ്മൾ എന്ത് പറയും? ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയും അല്ലേ. ഇങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടും. ആ എഗ്രിമെൻറ്റിന് നമ്മൾ ഇൻഷുറൻസ് പോളിസി എന്ന് പറയും. ഓക്കെ, then the aim of the insurance is to compensate the owner against the loss arising from a variety of risk which he anticipates to his life, property, business. ഇങ്ങനെ ഏത് തരത്തിലുള്ള മേഖലയാണെങ്കിലും, ബിസിനസ് ആയിക്കോട്ടെ, പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, ഇതിലെല്ലാം വരാൻ സാധ്യതയുള്ള റിസ്കിനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയും അങ്ങനെ വരാൻ സാധ്യതയുള്ള റിസ്കിനെ നമ്മൾ ഒഴിവാക്കുന്നതിന് വേണ്ടി, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇൻഷുറൻസിൻ്റെ കവറേജ് വഴി ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, then insurance allows individuals and business and others and other entities to protect themselves against the significant potential losses and financial hardship. അല്ലേ, ഒരു റിസ്ക് വരുമ്പോൾ ഉണ്ടാവുന്ന വലിയൊരു ഫിനാൻഷ്യൽ ലോസ് അല്ലേ, ഒരു പ്രോപ്പർട്ടി നശിച്ചു പോയി അല്ലേ, അപ്പോൾ എന്ത് ചെയ്യുന്നു? വലിയൊരു റിസ്ക് നമുക്ക് വരാം. നമ്മളൊരു ക്രോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, അഗ്രികൾച്ചർ ക്രോപ്പ് ഇട്ടിട്ടുണ്ട്, അത് മുഴുവനായിട്ട് മഴ വന്നിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ട് എന്ത് ചെയ്തു? നശിച്ചു പോയി. അപ്പോൾ നമ്മൾ വിളവ് ഒന്നുമില്ലാതെ വരുന്ന സമയത്ത് ഹ്യൂജ് ആയിട്ടൊരു ലോസ് ആയിട്ട് വരും, ഒരു ഹാർഡ്ഷിപ്പ് നമുക്ക് വരും, ഒരു എക്കണോമിക് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പായിട്ടത് മാറും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോസിനെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് സഹായിക്കും? ഇൻഷുറൻസ് സഹായിക്കും. ക്ലിയർ? സോ ദി റീസണബിളി അഫോർഡബിൾ റേറ്റിലാണ് ഇത് ചെയ്യുന്നത്. സോ ഇഫ് ദി പൊട്ടൻഷ്യൽ ലോസ് ഈസ് സ്മോൾ, then it does not make sense to the party a premium to protect against the loss. Insurance is the form of risk. It is a form of risk management in which insured transfers
the cost of potential losses to another entity in exchange of monetary compensation known as premium. Clear? അപ്പോൾ എന്താണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്? So it is nothing but it is a form of risk management, clear, in which the insured, that is a people or a person, transfers the cost of potential loss, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ലോസിൻ്റെ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, to another entity called insurance company in exchange of a monetary compensation known as premium. പ്രീമിയം എന്ന് പറയുന്ന ഒരു കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട്, കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട്, അല്ലേ, നമ്മൾ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ഒരു കോസ്റ്റിനെ, ഒരു ലോസിനെ എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് കമ്പനിയുടെ ഉത്തരവാദിത്തമാക്കി മാറ്റുന്നു. അങ്ങനെ മാറ്റുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഇൻഷുറൻസ്. സോ ഇൻഷുറൻസ് വർക്ക്സ് ബൈ പൂളിംഗ് ഓഫ് റിസ്ക്. ഇൻഷുറൻസ് എന്താ ചെയ്യുന്നത്? സോ ദേ പൂൾ റിസ്ക്. റിസ്കുകൾ എന്ത് ചെയ്യുന്നു? പൂൾ ചെയ്യുന്നു. ക്ലിയർ? നമുക്കറിയാൻ പറ്റും, എല്ലാ അതായത് ഒരു പ്രദേശത്ത് 1000 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. 1000 ആൾക്കും ഒരേ തരത്തിലുള്ള റിസ്ക് ഒരേ സമയം വരണമെന്നില്ല. വരുമോ? വരില്ല, അല്ലേ? ഈ റിസ്ക് സംഭവിക്കും, ലോസ് സംഭവിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കും ചിലപ്പോൾ ഈ 1000 ആളുകളിൽ ഒരു 10 പേർക്കോ 20 പേർക്കോ 30 പേർക്കോ അല്ലെങ്കിൽ 100 പേർക്കൊക്കെ ആയിരിക്കും. ഇപ്പം ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു? ഈ 1000 ആളുകളിൽ നിന്നും ചെറിയ പ്രീമിയം കളക്ട് ചെയ്യുന്നു. എന്നിട്ട് എല്ലാവർക്കും ഇൻഷുറൻസ് കവറേജ് നൽകുന്നു. പക്ഷേ എന്നിട്ടോ ലോസ് വരുന്നത് 10 പേർക്കാണെങ്കിൽ ആ 10 പേർക്ക് ഈ പൈസ ഉപയോഗിച്ചിട്ട്, ചെറിയ പ്രീമിയത്തിൻ്റെ പൈസ ഉപയോഗിച്ചിട്ട് 10 പേരുടെ വലിയ നഷ്ടം എന്ത് ചെയ്യുന്നു? നികത്തി കൊടുക്കുന്നു. ക്ലിയർ? അതുകൊണ്ടാണ് ഇവിടെ പൂളിംഗ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്കിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പൂളിംഗ് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു. സോ പൂളിംഗ് ഓഫ് റിസ്ക് സിംപ്ലി മീൻസ് ദാറ്റ് the larger group of people who want to insure against the particular loss pay a premium to the insurance company, ഇൻഷുറൻസ് ബക്കറ്റ്സ്, ക്ലിയർ, ഓർ പൂൾ. ഓക്കെ, അപ്പോൾ കുറേയധികം ആളുകൾ അല്ലേ റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് കൊടുക്കുന്നു? പ്രീമിയം കൊടുക്കുന്നു. ഈ കിട്ടുന്ന പ്രീമിയമൊക്കെ എന്ത് ചെയ്യുന്നു? ഇൻഷുറൻസ് കമ്പനി അല്ലേ ഒരു ബാസ്ക്കറ്റ് നമ്മൾ എടുത്ത് വെക്കാന്ന്, ഒരു പൂൾ ചെയ്യാന്ന് വിചാരിക്കുക, ഒരു ഗ്രൂപ്പാക്കി വെക്കാന്ന് വിചാരിച്ചപ്പോൾ കുറേ പൈസയായി. ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ 1000 ആളിൽ നിന്ന് നമുക്ക് പ്രീമിയം കിട്ടിയിട്ടുണ്ട്, 10 പേർക്ക് നഷ്ടം വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പൂളിൽ നിന്ന് എടുത്തിട്ട് ആ പൈസ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ക്ലിയർ? അപ്പം ഈ രീതിയിൽ കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് റിസ്ക് പൂളിംഗ്. So if the number of insured individual is large, then the insurance company can use statistical analysis to protect their actual losses will be within the given class. Clear? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വളരെ കൂടുതൽ ആളുകളിലേക്ക് അല്ലേ ആളുകൾ ഇൻഷുറൻസ് കവറേജ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ചെറിയ എമൗണ്ട് അടയ്ക്കുന്ന സമയത്ത് ആർക്കാണോ ആക്ച്വൽ ലോസസ് സംഭവിച്ചിരിക്കുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അത്തരത്തിലുള്ള എമൗണ്ട് കൊടുക്കാൻ കഴിയും. ക്ലിയർ? സോ ദേ നോ ദാറ്റ് the insured individuals will not suffer losses at the same time. അല്ലേ, എല്ലാ ഇൻഡിവിജ്വൽസിനും എല്ലാ ഇൻഷുർഡിനും ഒരേ സമയത്ത് ലോസ് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ഓൾ ടുഗദർ എല്ലാ ആളുകളും പേഴ്സണൽ ലൈഫ് ഇൻഷുറൻസ് എടുത്തെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 50 കോടി ആൾക്കാർ അല്ലെങ്കിൽ 50 crores ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്, 50 കോടി ആളുകൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 50 കോടി ആളുകൾക്ക് ഒരേ സമയം മരണം സംഭവിക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നത്? റിസ്ക് ഏറ്റെടുക്കുന്നത്. അപ്പോൾ വലിയ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻഷുർ ചെയ്യുമ്പോൾ അതിൽ ചെറിയൊരു ശതമാനം ആളുകൾക്കായിരിക്കും എന്ത് ചെയ്യുക? റിസ്ക് സംഭവിക്കുക. ക്ലിയർ? അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഡെത്ത് സംഭവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ഇങ്ങനെ കുറേയധികം ആളുകളിൽ നിന്നും കളക്ട് ചെയ്ത പ്രീമിയം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ഇൻഷുറൻസിൻ്റെ നേച്ചറും ബിസിനസ്സും അതിൻ്റെ എക്സ്പീരിയൻസൊക്കെ അനുസരിച്ച് അവർക്ക് അറിയാം അല്ലേ എത്രമാത്രം ക്ലെയിംസ് ആകെ പോളിസി ഹോൾഡേഴ്സിൻ്റെ എത്ര ശതമാനമേ ക്ലെയിം വരാൻ സാധ്യതയുള്ളൂ അല്ലേ. ഇപ്പോൾ ഇന്ത്യയുടെ സിറ്റുവേഷൻ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെയുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ 1% ക്ലെയിം വരുള്ളൂ ഒരു പർട്ടിക്കുലർ ടൈമിൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള എമൗണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി? കണ്ടെത്തിയാൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫിലോസഫി. So this allows insurance companies to operate profitably and at the same time pay the claims that may arise. ക്ലെയിമുകൾ കൊടുത്തുകൊണ്ട് നഷ്ടം വരുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസസിൽ ക്ലെയിമുകൾ കൊടുത്തുകൊണ്ട് പ്രോഫിറ്റബിളായിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലേ ഇത് സഹായിക്കുന്നു. പൂളിംഗ് ഓഫ് റിസ്ക് എന്ന് പറയുന്ന മെഷർ സഹായിക്കുന്നു. ക്ലിയർ? അപ്പോൾ പൂളിംഗ് ഓഫ് റിസ്ക്കുമാണ്, പൂളിംഗ് ഓഫ് റിസോഴ്സസും ആണ്. ക്ലിയർ? Then for instance,
most people have a vehicle insurance, but only a few actually got into accident. അല്ലേ, നമ്മളൊരു വെഹിക്കിൾ ഇൻഷുറൻസിൻ്റെ കേസ് എടുക്കുക അല്ലേ, ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വെഹിക്കിൾസാണ് നമുക്ക് നമ്മുടെ റോഡുകളിലൂടെ ഓടുന്നത് അല്ലേ. അതിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നതോ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ വെഹിക്കിൾസും ഇൻഷുർ ചെയ്തിരിക്കണം. ക്ലിയർ. അപ്പോൾ അതിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന വളരെ കുറച്ച് വെഹിക്കിൾസിനെ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാ ആളുകളിലും ചെറിയ ചെറിയ പ്രീമിയം വാങ്ങിക്കുന്ന എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ നഷ്ടം വന്നിരിക്കുന്ന, ആക്സിഡൻറ്റ് സംഭവിച്ച ശേഷം വന്നിരിക്കുന്ന ആളുകൾക്ക് അത് നികത്തി കൊടുക്കുന്നതിന് ആവശ്യമല്ല മെഷേഴ്സ് എടുക്കുന്നു. ക്ലിയർ. സോ വി വിൽ ബി പെയ്ഡ് the losses in the event of any such event happen. Clear. ഏതെങ്കിലും ലോസ് ഇവൻ്റ് ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് അത് നികത്തി കൊടുക്കുക മാത്രമാണ് ചെയ്യുക. ഇൻഷുറൻസ് ഡസ് നോട്ട് ഇൻക്രീസ് ദ ടോട്ടൽ റിസ്ക്. അല്ലേ, ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നില്ല, ടോട്ടൽ റിസ്ക് വർദ്ധിപ്പിക്കുന്നില്ല ആൻഡ് ഓഫ് ലോസസ്, ബട്ട് മിയർലി കമ്പൈൻസ് ആവറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ദം ഈക്വലി അമംഗ് ദി ഓൾ ഇൻഷുർഡ്. ക്ലിയർ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആകെയുള്ള റിസ്കിനെ അവരെന്ത് ചെയ്യുന്നു, റിസ്കിനെ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ലോസസ് കൂട്ടുകയും ചെയ്യുകയല്ല അവർ ചെയ്യുന്നത്. പകരം എന്ത് ചെയ്യുന്നു, ദേ അലോക്കേറ്റ്. ക്ലിയർ. ദേ ട്രാൻസ്ഫർ, they will distribute, clear, the total risk into several people. Clear. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോ ആൾക്കാരും കുറച്ച് കുറച്ച് അടച്ചാൽ മതിയാവും, ആ റിസ്കിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ക്ലിയർ. ഓക്കെ. So each insured gets a contract of indemnity if the payment of such sum, if indemnity for the payment of a sum that will help to cover the losses of others. Clear. മറ്റുള്ള ആൾക്കാരുടെ ലോസ് കവർ ചെയ്യുന്ന തരത്തിൽ. ക്ലിയർ. എന്ത് ചെയ്തു, ഇൻഡെംനിറ്റി മാത്രമേ കൊടുക്കാറുള്ളൂ. എന്താ ഇൻഡെംനിറ്റി എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ, കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇൻഡെംനിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് ഇൻഡെംനിറ്റി? സോ ഇൻഡെംനിറ്റി ഈസ് എ സിറ്റുവേഷൻ വെയർ ദി സഫേർഡ് പേഴ്സൺ വിൽ ഗെറ്റ് ഓൺലി ദി ലോസ് സഫേർഡ് എമൗണ്ട് ഈക്വൽ ടു ദി ലോസ് സഫേർഡ്. അല്ലാതെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള ഒരു എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടില്ല. എത്ര നഷ്ടം വന്നിട്ടുണ്ടോ അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്നതിനുള്ള എമൗണ്ട് മാത്രമേ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുള്ളൂ. ക്ലിയർ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രൊവിഷനാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ 1,00,000 രൂപയ്ക്ക് ഇൻഷുർ ചെയ്തു, നഷ്ടം വന്നു അല്ലേ, ഫയർ സംഭവിച്ചു, നഷ്ടം വന്നിട്ടുണ്ട്, 20,000 രൂപയെ നഷ്ടപ്പെട്ടുള്ളെങ്കിൽ 20,000 രൂപ മാത്രമേ കോമ്പൻസേഷൻ കിട്ടുള്ളൂ. 1,00,000 rupees ഇൻഷുർ ചെയ്തല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പൈസയും തരില്ല. ക്ലിയർ. സോ ദിസ് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി. ദെൻ ഡെഫിനിഷൻ, ഇൻഷുറൻസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? സോ ഇൻഷുറൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കോപ്പറേറ്റീവ് ഡിവൈസസ് to spread the losses caused by a particular risk over a number of persons who are exposed to it and who agrees to ensure themselves against the risk. Clear. Professor Adarsh Sharma has defined that. അല്ലേ, ഇതെന്താണ്, ഒരു കോപ്പറേറ്റീവ് എൻഡവറാണ്. അവിടെ എന്ത് ചെയ്യുന്നു, റിസ്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു. ക്ലിയർ. കുറേയധികം ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് നഷ്ടം വരുന്നവർക്ക് അത് നികത്തി കൊടുക്കുന്നു. റീഗൽ ആൻഡ് മില്ലർ, ക്ലിയർ, അവർ പറയുന്നത് ദ ഫങ്ഷൻ ഓഫ് ഇൻഷുറൻസ് ഈസ് പ്രൈമർലി ടു ഡിക്രീസ് ദി അൺസർട്ടനിറ്റി ഓഫ് ഈവൻറ്റ്. ഒരു ഈവൻ്റ് സംഭവിക്കുകയാണെങ്കിൽ വരുന്ന അൺസർട്ടനിറ്റി ഒഴിവാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു മെഷറായിട്ട് ഇൻഷുറൻസിനെ മില്ലർ പറയുന്നു. ദെൻ ജോൺ മേഗി പറയുന്നത് ഇൻഷുറൻസ് ഈസ് എ പ്ലാൻ വെയർ പേഴ്സൺസ് കളക്റ്റീവ്ലി ഷെയർ ദി ലോസസ് ഓഫ് റിസ്ക്. ആളുകൾ കളക്റ്റീവായിട്ട് റിസ്കിൻ്റെ ലോസിനെ ഷെയർ ചെയ്യുന്നതിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുക. എന്താ ഈ കളക്റ്റീവ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ? അല്ലേ, നമുക്കറിയാം, നമുക്കിപ്പോൾ 100 രൂപ നഷ്ടം വന്നു വിചാരിക്കുക, നമ്മളൊരു 100 പേരുണ്ടെങ്കിൽ ആൾ വീതം 1 രൂപ എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് 100 രൂപ ഒരാൾക്ക് വന്ന നഷ്ടം നികത്തി കൊടുക്കാൻ പറ്റും. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ സ്പ്രെഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഡെഫിനിഷനും ഉണ്ട് കേട്ടോ. പക്ഷെ so in simple words, insurance is a protection against the financial loss arising on the happening of an unexpected event. അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഈവൻറ്റ് സംഭവിച്ച് നമുക്കുണ്ടാകുന്ന നഷ്ടത്തെ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ ഇൻഷുറൻസ് ആസ് എ കോർപ്പറേഷൻ, ഇറ്റ്സ് എ കോർപ്പറേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് certain risk over a group of persons who are exposed to it. So on the basis of the above definition, ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഇൻഷുറൻസ് ഈസ് എ
cooperative device by which risk are distributed among large number of individuals. കുറേയധികം ആളുകളിലേക്ക് റിസ്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ. Then it provides securities against losses of risk. അല്ലേ, നഷ്ടം വരുന്ന ഒരു സാധ്യതയിൽ നമുക്കൊരു ഉറപ്പ്, ഒരു സുരക്ഷ, സെക്യൂരിറ്റി ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നു. A common fund is raised among members to meet the losses. അല്ലേ, ആളുകൾക്ക് വരുന്ന ലോസുകൾ നികത്തി കൊടുക്കുന്നതിന് വേണ്ടി ഒരു കോമൺ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. കുറേ എല്ലാവരിൽ നിന്നും വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ ഒരു പൂൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ പൂളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പിന്നീട് നമ്മൾ ആവശ്യമുള്ള ലോസ് സംഭവിച്ചുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ലോസ് നികത്തി കൊടുക്കുന്നു. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. Then it's a plan under which the losses of uncertain events are secured. Clear? Uncertain ആയിട്ടുള്ള ഈവൻസുകളെ സെക്യൂർ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്, ലോസുകളെ സെക്യൂർ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ഇൻഷുറൻസ് എന്ന് പറയാ. So it is a contract between two persons whereby one person agrees to undertake the risk of another person in exchange for a consideration known as premium, and promises to pay a fixed sum of money and to pay on the happening of a certain event or death or the expiry of a certain period in case of life insurance, or to the indemnity of the party on the happening of an uncertain event in the case of a general insurance. Clear? അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡെഫിനേഷൻ പോലെ ഇവിടെ പറയാണ്. സോ ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ്. അതിൽ ഒരു പാർട്ടി എന്ത് ചെയ്യുന്നു, ഈസ് അണ്ടർടേക്കിംഗ് ടു കോമ്പൻസേറ്റ് ദി അതർ പാർട്ടി. ക്ലിയർ? മറ്റുള്ള വ്യക്തികളെ കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഒരു അണ്ടർടേക്കിംഗ്, ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. ഇൻ എക്സ്ചേഞ്ച് ഓഫ് എ കൺസിഡറേഷൻ, ഇതിന് പകരമായിട്ട് ഒരു കൺസിഡറേഷൻ പേ ചെയ്യുന്നുണ്ട്, അതിനെ പ്രീമിയം എന്ന് പറയുന്നു. അല്ലേ, ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ എന്ത് പറയുന്നു, ആരാണോ ഇങ്ങനെയുള്ള റിസ്ക് ഏറ്റെടുക്കുന്നത് അവരെ ഇൻഷുറർ എന്ന് പറയും. അല്ലേ, ആരുടെ റിസ്ക് ആണോ നമ്മൾ നൽകുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്, അവരെ ഇൻഷുർഡ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ വിഷയമായിട്ടുള്ള സബ്ജക്ട്സിനെ, അത് ലൈഫ് ആവാം, പ്രോപ്പർട്ടി ആവാം, അസറ്റ്സ് ആവാം, മെഷീനറി ആവാം. ക്ലിയർ? ഇങ്ങനെ എന്തിനാണോ നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് അതിനെ നമ്മൾ എന്ത് പറയുന്നു, സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഇൻഷുറൻസ് എന്ന് പറയും. ക്ലിയർ? ദെൻ so on the happening of the an uncertain event or death of an expiry, അതുപോലെ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസ് ആണെങ്കിൽ ഡെത്ത് ഓഫ് എ പേഴ്സൺ അല്ലെങ്കിൽ ഹാപ്പനിങ് ഓഫ് മെച്യൂരിറ്റി. ഒരു എത്ര വർഷത്തേക്കാണോ പോളിസി എടുത്തിരിക്കുന്നത് അത്രയും വർഷം ആവുകയോ ഡെത്ത് സംഭവിക്കുകയോ, ഇതിൽ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും കോമ്പൻസേഷനിൽ ക്ലെയിം കിട്ടുക. ക്ലിയർ? ജനറൽ ഇൻഷുറൻസ് ആണെങ്കിലോ അവിടെ അങ്ങനെയല്ല, എക്സ്പയറി ഓഫ് ടൈം അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഈവൻറ്റ് സംഭവിക്കുമ്പോഴായിരിക്കും. എന്താണ് ഈവൻറ്റ്? ഫയർ ഇൻഷുറൻസ് ആണെങ്കിൽ ഫയർ സംഭവിക്കുക, അല്ലേ, മറ്റുള്ള മറൈൻ ഇൻഷുറൻസ് ആണെങ്കിൽ സീ പെരിൽസ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന റിസ്കുകൾ. ഓക്കെ, സോ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ ഡെത്ത് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ മെച്യൂരിറ്റി ആകുമ്പോഴോ ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ക്ലെയിം അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കുക. അതുപോലെ ജനറൽ ഇൻഷുറൻസിൻ്റെ കേസിലാണെങ്കിൽ എപ്പോഴാണോ ഈവൻറ്റ് സംഭവിക്കുന്നത്, അല്ലേ, അല്ലെങ്കിൽ ലോസ് സംഭവിക്കുന്നത് ആ സമയത്തായിരിക്കും അതിൻ്റെ ക്ലെയിം വരിക. ക്ലിയർ? സോ ഇതാണ് ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും തമ്മിലെ വ്യത്യാസം. ക്ലിയർ? അതിൽ ലൈഫ് ഇൻഷുറൻസിൽ അടച്ച പൈസ സം അഷ്യൂർഡ് എന്ന് പറയുന്നത് എന്തായാലും മെച്യൂരിറ്റി സമയത്താണെങ്കിലും കിട്ടും. പക്ഷേ ജനറൽ ഇൻഷുറൻസ് ആണെങ്കിൽ അടയ്ക്കുന്ന പൈസ ലോസ് സംഭവിച്ചില്ല എങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷേ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും അടയ്ക്കുക. ഓക്കെ, സോ ദ പാർട്ടി ബിയറിംഗ് ദ റിസ്ക് ഈസ് നോൺ ആസ് ഇൻഷുറർ. അല്ലേ, ഇൻഷുറർ എന്ന് പറയുന്നത് ആരാണോ റിസ്ക് ബിയർ ചെയ്യുന്നത് അവരെ ഇൻഷുറർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയാം. അവരാണ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അല്ലേ, ഇവരെ വേറൊരു പേരൂടെ പറയും അഷ്വറർ. ഇൻഷുറർ ഓർ അഷ്വറർ. അഷ്വറർ സ്റ്റാൻഡ്സ് ഫോർ, അല്ലേ, അഷ്വറൻസ് കൊടുക്കുന്ന വ്യക്തി. ഇൻഷുറർ എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് നൽകുന്ന വ്യക്തി. ഇപ്പം ഇൻഷുറൻസ് നൽകുന്നത് ആരാണ്? ഇൻഷുറൻസ് കമ്പനിയാണ്. അതുകൊണ്ട് ഇൻഷുറർ വിൽ ബി ദി അഷ്വറർ. ക്ലിയർ? ഇൻഷുറൻസ് കമ്പനി. ഇങ്ങനെയൊക്കെ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റും. So and the party whose risk is covered is called as an insured or assured. Okay, ആരുടെ റിസ്ക് ആണ് നമ്മൾ കവർ ചെയ്യുന്നതിലൂടെ അവരെ ഇൻഷുർഡ് എന്നോ അല്ലെങ്കിൽ അഷ്യൂർഡ് എന്നോ പറയും. ക്ലിയർ? അപ്പോൾ ഇതാണ്
അതിൻ്റെ രണ്ട് പാർട്ടീസായിട്ട് വരിക, ഇൻഷുററും ഇൻഷുർഡ്, ക്ലിയർ, അല്ലെങ്കിൽ അഷ്യൂററും അഷ്യൂർഡും, ക്ലിയർ. ലൈഫ് ഇൻഷുറൻസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു അഷ്യൂറൻസ് ആണ് വരിക. ഓക്കെ. Then, according to Chief Justice Tyndall, insurance is a contract in which sum of money is paid by the assured in consideration of the insurers incurring the risk of paying large sum upon a given contingency. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം വന്നു കഴിഞ്ഞാൽ അല്ലേ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കപ്പെടുന്ന അല്ലേ ചെറിയൊരു എമൗണ്ട് പ്രീമിയം ഒരു കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കപ്പെടുന്ന ഒരു കോൺട്രാക്റ്റ് അതിനെ വ്യൂ ചെയ്യുന്നു. ദെൻ കോൺസെപ്റ്റ് ഓഫ് ഇൻഷുറൻസ്, ഇൻഷുറൻസിൻ്റെ കോൺസെപ്റ്റ് എന്താണ് അല്ലേ? സോ ഇൻഷുറൻസ് ഈസ് എ റിസ്ക് മാനേജ്മെൻറ്റ് ഡിവൈസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആൻഡ് ഈസ് മെയിൻലി used as a hedge against the risk of a contingent uncertain loss. ഭാവിയിൽ അൺസർട്ടൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ലോസ് അല്ലെങ്കിൽ കണ്ടിൻജൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ലോസ് അതിനെ ഹെഡ്ജ് ചെയ്യുക, എന്താ പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെന്താ ചെയ്യുക, ഓവർകം ചെയ്യുക, തരണം ചെയ്യുക, അല്ലേ ടൈഡ് ഓവർ ചെയ്യുക, ഇതിനൊക്കെയാണ് ഹെഡ്ജ് എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലൊരു ഹെഡ്ജിങ് മെഷറായിട്ടാണ് ഇൻഷുറൻസിനെ ഉപയോഗിക്കുന്നത്. ക്ലിയർ. അപ്പോൾ റിസ്ക് എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി ഹെഡ്ജ്ഡ്. ക്ലിയർ. സോ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഷുറൻസ് ഈസ് ടു ട്രാൻസ്ഫർ ദ റിസ്ക്. ക്ലിയർ. റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഓക്കെ. വ്യക്തികളിൽ നിന്നും കമ്പനിയിലേക്ക് റിസ്കിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു, ചെറിയൊരു പ്രീമിയം കൊടുക്കുന്നു. ക്ലിയർ. അപ്പോൾ പ്രീമിയം കൺസിഡറേഷനായി വാങ്ങിച്ചുകൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു, റിസ്ക് വരുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളൊരു അഷ്യൂറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇറ്റ് ഇസ് എ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഫിനാൻഷ്യൽ ലോസ് ദാറ്റ് മേ ഒക്കർ ഡ്യൂ ടു an unexpected event. So insurance is defined as an equitable transfer of the risk of loss from one party to another in an exchange for payment. Clear? And insurance is essentially an arrangement where the losses experienced by a few are extended among many who are exposed to such risk. Clear? ഒരേ തരത്തിലുള്ള റിസ്ക് വരുന്ന വളരെ കൂടുതൽ ആളുകളിൽ നിന്നും വളരെ കുറച്ച് പേർക്ക് റിസ്ക് വരുന്നതിന് എന്ത് ചെയ്യുന്നു, കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഏർപ്പാടാണ് ഇൻഷുറൻസ് എന്ന് പറയുക. ഓക്കെ. ഇൻഷുറൻസിൻ്റെ നമ്മൾ ഡെഫിനിഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലേ, ഇൻഷുറൻസ് ആക്റ്റിൽ തന്നെ ചില ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അതർവൈസ് അല്ലേ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഡിഫൈൻ ആയിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ അത് പഠിച്ചു വയ്ക്കുക. സോ ഇൻഷുറൻസ് ഈസ് എ പ്രോമിസ് of compensation for a specific potential future loss in exchange for a periodic payment. Insurance is designed to protect the financial well-being of the individual, company, firm, undertaking, entity in the case of an unexpected loss. So some features of insurance are required by law and while others are operational. Insurance and nature അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചിലതെല്ലാം ഇൻഷുറൻസ് ലോ അല്ലെങ്കിൽ റെഗുലേഷൻ അല്ലെങ്കിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ച് വരുന്നതാണ്. വേറെ ചിലതെല്ലാം ബൈ ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രാക്ടീസ് കൊണ്ട് സംഭവിച്ചിട്ടുള്ള ചില ഫീച്ചേഴ്സും ഉണ്ട്. സോ വെൻ ദ പാർട്ടീസ് അഗ്രീസ് the terms of an insurance policy, a contract is created between the insured and the insurer. അല്ലേ, ഒരു ഇൻഷുറൻസിൻ്റെ പ്രപ്പോസൽ ഫോം സൈൻ ചെയ്യുന്നതോടുകൂടി ഇൻഷുർഡും ഇൻഷുറും എന്ത് ചെയ്യുന്നു, ദേ ഹാവ് മ്യൂച്വലി എഗ്രീഡ്. രണ്ടുപേരും എഗ്രി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരാൾ പ്രീമിയം കൊടുക്കാമെന്ന് മറ്റൊരാൾ കോമ്പൻസേറ്റ് ചെയ്യാന്നുള്ളൊരു എഗ്രിമെൻറ്റിലായിരിക്കും വരിക. ഓക്കെ. So the insurer agrees to pay the policyholder a sum of money upon the occurrence of a specific event. In most cases, the prime policyholder pays a part of the loss called the deductible, clear, and the insurer pays the rest. ഓക്കെ. സാധാരണ ലോസ് ഒക്കെ വരുന്ന സമയത്ത് അല്ലേ മുഴുവൻ ലോസ് നമ്മൾ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. ഒരു പാർട്ട് ഓഫ് ദി ലോസ് അല്ലേ ആർക്ക് കൊടുക്കും, ഇൻഷുറൻസ് കമ്പനി കൊടുക്കും, ബേസ്ഡ് അപ്പോൺ അവർ ഇൻഷുറൻസ് എഗ്രിമെൻറ്റ്. ബാക്കിയുള്ള ലോസ് ആരാണ് വഹിക്കുന്നത്, ആ പാർട്ടി കൺസേൺഡ് തന്നെയായിരിക്കും വഹിക്കുക. ക്ലിയർ. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ, ലൈഫ് ഇൻഷുറൻസിന്
കോസ്റ്റ് അല്ലെങ്കിൽ ലോസ് എത്രമാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളുടെ മരണം അല്ലേ, മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന ലോസ് എത്രമാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഷുറൻസ് പോളിസി അനുസരിച്ചിട്ട് അല്ലേ ഒരു സം അഷ്യൂർഡ് അല്ലേ നമുക്ക് തന്ന് ചെറിയൊരു കോമ്പൻസേഷൻ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് നമ്മൾ തന്നെ ബിയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലോസസ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഇതിനെ, ഫിനാൻഷ്യൽ ലോസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലൊരു മെഷർ ആയിട്ടാണ് ഇതിനെ കണക്കാക്കാൻ പറ്റുക. സോ എക്സാമ്പിൾ ഈസ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലേ, ഇൻക്ലൂഡ് കാർ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഡിസബിലിറ്റി ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് അല്ലേ. അങ്ങനെയുള്ള കേസസിലെല്ലാം മുഴുവൻ ലോസസ് നമുക്ക് ഇൻഷുറൻസ് കമ്പനി ഒരു പക്ഷേ ചെയ്തു കൊടുക്കില്ല. കാരണം ബേസ്ഡ് ഓൺ എഗ്രിമെൻറ്റ് മാത്രമേ അവർ സം അഷ്യൂർഡ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിശ്ചിത എമൗണ്ട് വെച്ചിട്ടേ കൊടുക്കുള്ളൂ. പക്ഷേ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട വരും, വഹിക്കേണ്ടതായിട്ട് വരുന്നു. സോ ഇൻഷുറൻസ് ഈസ് എ ഗ്യാരണ്ടി of a partial or complete indemnity against the financial losses that will be result if an event of a specified kind occurs. ഒരു പ്രത്യേക കാര്യം ഒരു ഈവൻ്റ് വരുന്ന സമയത്ത് മേ ബി അത് ഡെത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫയർ ആയിരിക്കാം, വരാൻ സാധ്യതയുള്ള ലോസുകൾ, ഫിനാൻഷ്യൽ ലോസുകളെ അല്ലേ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഇൻഡംനിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാരണ്ടിയാണ്. ക്ലിയർ? പാർഷ്യലായിട്ടോ ഫുള്ളി ആയിട്ടോ ഇൻഡംനിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഗ്യാരണ്ടി ആയിട്ട് ഇതിനെ പറയാം. ആരൊക്കെയാണ് ഇതിലെ പാർട്ടീസ് ഓഫ് ഇൻഷുറൻസ് ഇൻക്ലൂഡ്സ് the insured, and next one is insurer, and next one is beneficiary. ആരാണ് ഇൻഷുർഡ് അല്ലേ? ആരാണോ ഒരു പോളിസി എടുത്തിരിക്കുന്നത് അല്ലേ, പേഴ്സൺ ഹൂ സീക്കിംഗ് സം ഷുവർട്ടി അഗൻസ്റ്റ് ദി പോസിബിൾ ലോസ് ഈസ് കോൾഡ് ആൻ ഇൻഷുർഡ് അല്ലേ. ആരുടെ റിസ്ക് ആണോ അല്ലെങ്കിൽ ആരിൽ വരുന്ന റിസ്ക് ആണോ നമ്മൾ ഇൻഷുർ ചെയ്തിരിക്കുന്നത്, ആ വ്യക്തി എന്ത് പറയുന്നു? ഇൻഷുർഡ് എന്ന് പറയുന്നു അല്ലേ. അല്ലെങ്കിൽ ആരുടെ പ്രോപ്പർട്ടി ആണോ നമ്മൾ പണയപ്പെടുത്തി അല്ലെങ്കിൽ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത് അവരെ ഇൻഷുർഡ് എന്ന് പറയുന്നു. ക്ലിയർ? ഇപ്പോൾ ഏത് സബ്ജക്റ്റ് മാറ്ററാണോ നമ്മൾ ഇൻഷുർ ചെയ്തിരിക്കുന്നത്, അത് അതിൻ്റെ ഉടമസ്ഥൻ ആരാണോ അവരെ നമ്മൾ ഇൻഷുർഡ് എന്ന് പറയും അല്ലേ. ഒരു ബിൽഡിംഗ് ഇൻഷുറൻസ് ചെയ്തു, അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥൻ. ക്ലിയർ? അപ്പോൾ അവരുടെ പേരിലാണ്, അതുകൊണ്ട് അവരുടെ പേരിൽ ചെയ്യുന്നു. ക്ലിയർ? അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ആരുടെ പേരിലാണോ നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് അവരെന്ത് പറയുന്നു? ഇൻഷുർഡ് എന്ന് പറയുന്നു. ക്ലിയർ? ദ ഇൻഷുറർ ആരാ? കമ്പനിയാണ് അല്ലേ. ദ പേഴ്സൺ ഹൂ കോൺട്രാക്ടിങ് ടു ഇൻഡംനിഫൈ അഗൻസ്റ്റ് ദി ലോസ് അല്ലേ. ലോസ് വരുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി ഇൻഷുറർ എന്ന് പറയും. അല്ല, ബെനിഫിഷ്യറി, ഹു ഈസ് എ ബെനിഫിഷ്യറി? ദ പേഴ്സൺ ടു ഹൂം ദ ഇൻഡംനിറ്റി ഈസ് പെയ്ഡ് ഈസ് ദി ബെനിഫിഷ്യറി അല്ലേ. ചിലപ്പോൾ ഇൻഷുർഡ് ഇല്ല എങ്കിൽ, ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇൻഷുർഡ് ചിലപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആർക്കായിരിക്കും കിട്ടുക? അതിൻ്റെ ലീഗൽ ഹയേഴ്സിനായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ നോമിനീസിനായിരിക്കും കിട്ടുക. അപ്പോൾ അവരെയാണ് നമ്മൾ ബെനിഫിഷ്യറി എന്ന് പറയാം. ക്ലിയർ? ഇൻഷുറൻസ് പോളിസി എന്താണ് പോളിസി? സോ ഇറ്റ് ഇസ് എ റിട്ടൺ കോൺട്രാക്ട് എൻഡേർഡ് ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് ദി ഇൻഷുർഡ്. ക്ലിയർ? ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ ലോസ്. അപ്പോൾ അതിനുവേണ്ടി രണ്ടുപേരും എഴുതി തയ്യാറാക്കുന്ന ഒരു കരാറിനെ ഇൻഷുറൻസ് പോളിസി എന്ന് പറയാം. പ്രീമിയം അല്ലേ. ഇങ്ങനെ ഒരു ഇൻഷുർഡിൻ്റെ റിസ്കിനെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി അല്ലേ, ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻഷുർഡ് നൽകുന്ന കൺസിഡറേഷൻ പറയുന്ന പേരാണ് പ്രീമിയം, ഇൻഡംനിറ്റി. സോ ഇറ്റ് ഈസ് amount paid when a loss has been incurred is the indemnity അല്ലേ. ഒരു ലോസ് സംഭവിക്കുമ്പോൾ നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കുന്നു അല്ലേ, അതിന് പരിഹരിക്കുന്നതിന് വേണ്ടി എത്ര കൊടുക്കുന്നു, അതിന് നമ്മൾ എന്ത് പറയും? ഇൻഡംനിറ്റി. ഓക്കെ, സോ ഇൻഡംനിറ്റി is the amount paid when a loss is incurred. The classes of insurance. Okay, so what are the classes of insurance? So in relation with the nature of loss, we can classify insurance in two. That is, one is property insurance, another one is personal insurance. Clear? അപ്പോൾ എന്തിന് ഇൻഷുറൻസ് വരുന്നു അല്ലേ? ഇൻ റിലേഷൻ ടു ദി നേച്ചർ ഓഫ് ലോസ്. നേച്ചർ ഓഫ് ലോസ് എങ്ങനെയാണ് വരിക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് ഇൻഷുറൻസിനെ പറയാവുന്ന പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്നും പറയുന്ന പേഴ്സണൽ ഇൻഷുറൻസ്. പ്രോപ്പർട്ടി ഇൻഷുറൻസിൽ നഷ്ടപ്പെടുന്നത് പ്രോപ്പർട്ടീസ് ആയിരിക്കാം. അത് കാർ ആവാം, വെഹിക്കിൾ ആവാം അല്ലേ, മോട്ടോർ വെഹിക്കിൾ ആവാം, അതല്ലെങ്കിൽ ക്രോപ്പ് ആവാം, നമ്മളെ അഗ്രികൾച്ചർ ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം, ഓക്കെ, സ്റ്റോക്ക് ആവാം, ഓക്കെ,
ഏതും ആവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുന്നത് പ്രോപ്പർട്ടി ഇൻഷുറൻസ്. പേഴ്സണൽ ഇൻഷുറൻസ് എന്താ, അവിടെ വ്യക്തികളുടെ ലൈഫാണ് ഇൻഷുറൻസ് ചെയ്യുന്നത്, വ്യക്തികൾ അല്ലേ. സോ പേഴ്സണൽ ഇൻഷുറൻസ് ഈസ് ദാറ്റ് in which the immediate beneficiary for a loss of income as a result of various events happen to the persons, clear, and chief being the death, accident, sickness, ഇൻവാലിഡിറ്റി, ഓൾഡ് ഏജ്, അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തികൾക്കാണ് സംഭവിക്കുക, പേഴ്സൺസിനാണ് സംഭവിക്കുക. ഇങ്ങനെയുള്ള ഈവൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ലോസ് സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു ആക്സിഡൻറ്റ് പറ്റി അല്ലേ, പണിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഏർണിങ്സ് ഉണ്ടാവില്ല, അപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വലിയ ചിലവും വേണ്ടി വരും, അപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യുന്നു, ക്ലിയർ. അതുപോലെ തന്നെ ഡെത്ത് സംഭവിച്ചു, ബെനിഫിഷ്യറീസിന് അല്ലെങ്കിൽ സർവൈവ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, ഇവരുടെ നഷ്ടം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻഷുറൻസ് ചെയ്യുന്നു, ക്ലിയർ. ഇതൊക്കെ പേഴ്സണൽ ഇൻഷുറൻസ് ആണ്. പ്രോപ്പർട്ടി ഇൻഷുറൻസിലോ അത് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടി ആവാം, ക്ലിയർ. സോ എഗൻസ്റ്റ് ദി അല്ലേ മറൈൻ ഇൻഷുറൻസ് ആവാം, എഗൻസ്റ്റ് ദി സൈക്ലോൺ ആവാം, ക്ലിയർ. അതല്ലെങ്കിൽ ലൈറ്റനിങ്ങിന് കൊണ്ട് ആവാം, ഓക്കെ. അതുപോലെ തന്നെ ഫയർ മുഖേന ആവാം, അല്ലെങ്കിൽ സീ റിലേറ്റഡ് സീ പെരിൽസ് എന്നൊക്കെ നമ്മൾ പറയും, അതിൻ്റെ ഫലമായിട്ട് വരുന്ന ഇൻഷുറൻസ് ആവാം. അപ്പം അങ്ങനെ ഒട്ടനവധി ഇൻഷുറൻസ് പ്രോപ്പർട്ടി, അവിടെയൊക്കെ നമുക്ക് പ്രോപ്പർട്ടി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടി ഇൻഷുറൻസ് ആയിട്ടും പറയും. ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് വീണ്ടും നമുക്ക് വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പറയാം. സോ ഇൻഷുറൻസ് പ്രൊവൈഡ്സ് ആൻ ഇൻഡെംനിറ്റി ഓർ റീഇംബേഴ്സ്മെൻറ്റ്. സോ ഇൻ ദ ഇവൻറ്റ് ഓഫ് അൺആൻറ്റിസിപ്പേറ്റഡ് ലോസസ് ഓർ ഡിസാസ്റ്റർ, ക്ലിയർ. ഒരു ഈവൻ്റ് സംഭവിക്കുമ്പോൾ ഒന്നുകിൽ കോമ്പൻസേഷൻ കൊടുക്കുന്നു, ഇൻഡെംനിറ്റി കൊടുക്കുന്നു, അതല്ലെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കുന്നു. ഏതൊരു എമൗണ്ട് എത്രയാണോ പറഞ്ഞിരിക്കുന്നത്, എഗ്രി ചെയ്തിരിക്കുന്ന ആ എമൗണ്ട് കൊടുക്കുന്നു, ക്ലിയർ. സോ ദാറ്റ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ് in the world over almost anything that can be, clear. നമുക്ക് മിക്കവാറും കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇൻഷുറബിൾ ആണ്, ക്ലിയർ. മിക്കവാറും ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട് വരുന്ന മിക്കവാറും കാര്യങ്ങളും ഇൻഷുറബിൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ ലൈക്ക് വൈസ് ദർ ആർ ന്യൂമറസ് കമ്പനീസ് ഹു ആർ പ്രൊവൈഡിങ് കസ്റ്റമൈസ്ഡ് ഇൻഷുറൻസ് പോളിസീസ്. പക്ഷേ എങ്കിലും ഇൻഷുറൻസിന് പൊതുവേ ഇൻ ജനറൽ പ്രാക്ടീസ് ഇൻഷുറൻസ് വാസ് classified broadly into two, that is life insurance and general insurance. അല്ലേ, ഇൻഷുറൻസിനെ പൊതുവേ രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയും, നോൺ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയും, ക്ലിയർ. എന്തുകൊണ്ട് ഇതിനെ നോൺ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നു? കാരണം അവിടെ ലൈഫല്ല സബ്ജക്റ്റ് മാറ്റർ, പകരം പ്രോപ്പർട്ടി ആവാം അല്ലേ, പ്ലാന്റ് ആവാം, എക്യുപ്മെൻറ്റ്സ് ആവാം അല്ലേ, സ്റ്റോക്ക് ആവാം, അല്ലെങ്കിൽ വെഹിക്കിൾസ് ആവാം, ഓക്കെ. അങ്ങനെ ഏതും ആവാം, ക്രോപ്പുകളാവാം, ഓക്കെ. അതുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള ഇൻഷുറൻസും വരാൻ സാധ്യതകളുണ്ട്. ഫയറിന് വേണ്ടി നമ്മൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ഫയർ ഇൻഷുറൻസ് ആയിരിക്കും. മറൈൻ അല്ലേ, സീയിലൂടെ പോകുന്ന ഷിപ്പിന് വരാവുന്ന ലോസിനെ സംബന്ധിച്ച് നമ്മൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ മറൈൻ ഇൻഷുറൻസ് ആണ്, ക്ലിയർ. അങ്ങനെ ഒട്ടനവധി ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് അതിൽ വരുന്നുണ്ട്. ഇതിനെ എല്ലാം കൂടി ചേർത്ത് കളക്റ്റീവായിട്ട് പറയുമ്പോൾ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയും, ക്ലിയർ. ലൈഫ് ഇൻഷുറൻസ് പറയുമ്പോൾ വ്യക്തികളുടെ ലൈഫാണ് അവിടെ സബ്ജക്റ്റ് മാറ്റർ ആയിട്ട് വരുന്നത്. ഇൻഷുറൻസിനുള്ള വിഷയം എന്ന് പറയുന്നത് ലൈഫ് ഓഫ് എ പേഴ്സൺ ആണ്. അതുകൊണ്ട് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയാം. ജസ്റ്റ് ഈ ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസ് എന്താണെന്ന് ജസ്റ്റ് നോക്കി പോകാം. ലൈഫ് ഇൻഷുറൻസ് ഓർ ലൈഫ് അഷ്വറൻസ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ the policy owner and the insurer, whereby the insurer agrees to pay the designated beneficiary a sum of money upon the occurrence of a insured individual's death, or in the event or other events such as terminal or critical illness, ക്ലിയർ. ഇപ്പോൾ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വ്യക്തി മരിക്കുകയോ അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് ഇൽനെസ് ഒക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ വരുന്ന സമയത്ത് അല്ലേ അഷ്യൂർ ചെയ്തിരിക്കുന്ന പൈസ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുവേർഡ് വ്യക്തിയും തമ്മിൽ ഉണ്ടാവുന്ന ഒരു കരാറാണ്, കോൺട്രാക്റ്റാണ് ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് അഷ്യൂറൻസ് എന്ന് പറയുന്നത്, ഓക്കെ. അതിന് പകരമായിട്ടാണ് പ്രീമിയം കൊടുക്കുന്നത്, ഓക്കെ. സോ ഇൻ റിട്ടേൺ ദ പോളിസി owner agrees to pay a stipulated amount, clear, on a regular intervals, clear, or in lump sum, clear. This is called as a premium, clear. So life based contracts tend to fall into two major categories. പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള പോളിസീസ് ആണ് ഇതിലുള്ളത്, ക്ലിയർ. ദെൻ പ്രൊട്ടക്ഷൻ പോളിസീസും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസും, ക്ലിയർ. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള പോളിസീസ് ആണുള്ളത്. ഒന്ന്
പ്രൊട്ടക്ഷൻ പോളിസി എന്ന് പറയും, വേറൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എന്ന് പറയും. ഈ പ്രൊട്ടക്ഷൻ പോളിസി, സോ ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് ദ ബെനിഫിറ്റ് ഇൻ കേസ് ഓഫ് എ സ്പെസിഫൈഡ് ഇവൻറ്റ്, ടിപ്പിക്കലി എഗൻസ്റ്റ് ദ ലംസം പേയ്മെൻറ്റ്. ക്ലിയർ? ഒരു ലംസം പേയ്മെൻറ്റിന് വേണ്ടി ചില കാര്യം സ്പെസിഫൈഡ് ഇവൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എന്ത് പറയുന്നു? പ്രൊട്ടക്ഷൻ പോളിസി എന്ന് പറയാം. എ കോമൺ ഫോം ഓഫ് ദിസ് പോളിസി ഈസ് ടേം ഇൻഷുറൻസ്. ഇതിനെ പറയുന്ന വേറൊരു പേരാണെന്ത്? ടേം ഇൻഷുറൻസ്. ക്ലിയർ? സോ ഇവിടെ എന്താ ചെയ്യുന്നത്? സോ ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ബെനിഫിറ്റ് ദി ഇൻ കേസ് ഓഫ് എ സ്പെസിഫൈഡ് ഇവൻറ്റ്, എ ടിപ്പിക്കൽ അഗൻസ്റ്റ് ലംസം പേയ്മെൻറ്റ്. ക്ലിയർ? ഏതെങ്കിലും ഒരു ഈവൻറ്റ് സംഭവിക്കുന്ന സമയത്ത് ഇത്ര രൂപ തരാം, അല്ലേ? സേ ഫോർ എക്സാമ്പിൾ ടേം ഇൻഷുറൻസിൻ്റെ ഒരു കേസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? ചെറിയ പ്രീമിയം ആയിരിക്കും അവിടെ വരിക. പ്രീമിയം വിൽ ബി ലോ. ക്ലിയർ? അത് പീരിയോഡിക്കലായിരിക്കും. മന്ത്ലി 400 രൂപ അടച്ചാൽ മതി, മന്ത്ലി 500 രൂപ അടച്ചാൽ മതി, 700 രൂപ അടച്ചാൽ മതി. ക്ലിയർ? നമുക്ക് 1 കോടി രൂപയുടെ കവറേജ് കിട്ടുന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പരസ്യം കണ്ടിട്ടുണ്ടാവും ഇൻഷുറൻസ് കമ്പനികളുടെ, അല്ലേ? യു നീഡ് ടു പേ ഓൺലി 700 rupees per month. Clear? And you will get one, അല്ലേ? യു എന്നല്ല, the coverage will be 1 crore rupee sum assured. Clear? അപ്പോൾ 1 കോടി രൂപ. പക്ഷേ ഈ ടേം ഇൻഷുറൻസിൻ്റെ പ്രത്യേകത എന്താ? നിശ്ചിത മെച്യൂരിറ്റി പീരീഡ് ഒന്നുമില്ല. Clear? It will not have any maturity period. In the event of death of the പേഴ്സൻ്റെ ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് കിട്ടും, അത് മാത്രമേ ഉള്ളൂ. അല്ല മെച്യൂരിറ്റി കഴിഞ്ഞു 10 വർഷം 20 വർഷം 30 വർഷം കഴിഞ്ഞു അതിൻ്റെ പൈസ കിട്ടും, അങ്ങനെ കിട്ടില്ല. ക്ലിയർ? ഡെത്ത് സംഭവിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. ആർക്ക് കിട്ടും? സർവൈവൽ, അല്ലേ? സർവൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് കിട്ടും. ക്ലിയർ? സോ ദാറ്റ് ഈസ് കോൾഡ് ടേം ഇൻഷുറൻസ്. അങ്ങനെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ നിക്ഷേപം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ നിക്ഷേപം എന്ന് പറഞ്ഞാൽ? നമ്മൾ കുറച്ച് പൈസ അടച്ചു, അതിന് നമുക്ക് കുറേ റിട്ടേൺ കിട്ടി, അല്ലേ? എപ്പോഴാണ് നമ്മൾ എന്ത് പറയുക? നിക്ഷേപം, ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? ഇവിടെ റിട്ടേൺ ഒന്നും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാതെ ഒരു ലോസ് സംഭവിക്കുന്നു, പ്രത്യേകിച്ച് ഡെത്ത് സംഭവിക്കുമ്പോൾ, അല്ലേ? സർവൈവ് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സിന് അതൊരു സഹായമാവണം, അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടാൻ പാടില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടേം ഇൻഷുറൻസ് ചെയ്യുന്നു. അപ്പോൾ ടേം ഇൻഷുറൻസിൻ്റെ പ്രീമിയം വളരെ കുറവായിരിക്കും. ക്ലിയർ? പക്ഷേ ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് പൈസ കിട്ടുകയും ചെയ്യും. ക്ലിയർ? അവർക്ക് സർവൈവേഴ്സിന് പൈസ കിട്ടും, ഫാമിലി മെമ്പേഴ്സിന് പൈസ കിട്ടും. അപ്പോൾ ഈ രീതിയിലുള്ള ഇൻഷുറൻസ്, അവിടെ പ്രൊട്ടക്ഷനാണ് കൂടുതൽ പ്രാധാന്യത കൊണ്ട് പ്രൊട്ടക്ഷൻ പോളിസി എന്ന് പറയും. ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ്. എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി? സോ ദിസ് ഈസ് എ main objective, that is the main objective of this kind of policy is to facilitate growth of the capital or a single or a regular premium. Clear? അപ്പോൾ ഇവിടെ ക്യാപിറ്റലിൻ്റെ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗ്രോത്ത് അല്ലെങ്കിൽ റിട്ടേൺ ആണ് ഇവിടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്താ റിട്ടേൺ? നമ്മൾ ആകെ 1 lakh rupees ഒരു പോളിസി എടുക്കുന്നു, 1 lakh rupees നമ്മൾ അടച്ചു, പക്ഷേ കിട്ടുന്ന സമയത്ത് നമുക്ക് 1,50,000 കിട്ടി. അപ്പോൾ 50,000 എക്സ്ട്രാ കിട്ടി. 10 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. പക്ഷേ എങ്കിലും അതുവരെ കവറേജ്, ഇൻഷുറൻസിൻ്റെ കവറേജും കിട്ടും, പിന്നെയോ ഒരു എക്സ്ട്രാ റിട്ടേണും കിട്ടും. അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അതിന് പറയുന്ന പേര് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എന്നാണ്. ക്ലിയർ? അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയുടെ പ്രത്യേകത എന്താ? മരണം സംഭവിക്കണമെന്നൊന്നുമില്ല, അതിനൊരു നിശ്ചിത പീരീഡ് ഉണ്ടാവും. പീരീഡുള്ള സമയത്ത് ഇത് മെച്യൂർ ആകുമ്പോൾ നമുക്ക് ആ സം അഷ്യൂർഡ് കിട്ടും. ക്ലിയർ? ഇപ്പോൾ 5 lakh rupees വേണ്ടി നമ്മളൊരു പോളിസി എടുത്തു, മന്ത്ലി കുറേ എമൗണ്ട് വീതം നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ഡെത്ത് സംഭവിച്ച സമയത്ത് തന്നെ ഈ 5 lakh rupees കിട്ടും. അല്ല ഡെത്ത് സംഭവിക്കുന്നില്ലെങ്കിൽ 20 years ആണ് അതിൻ്റെ കാലാവധിയെങ്കിൽ 20 years കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു? ഈ 5 lakh rupees നമുക്ക് തരും. പ്ലസ് ബോണസോ അല്ലെങ്കിൽ ലോയൽറ്റി അഡീഷനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ എമൗണ്ട് ഉണ്ടെങ്കിൽ അതും തരും. ക്ലിയർ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിശ്ചിത സം ഓഫ് മണി, ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ 1,200 പെർ മന്ത്, ഓരോ മാസം 1,200 അല്ലെങ്കിൽ 1,500, ഇങ്ങനെ ഒരു നിശ്ചിത തുക നമ്മൾ എന്ത് ചെയ്യണം? അടച്ചുകൊണ്ടേയിരിക്കണം. നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ അതിൻ്റെ എമൗണ്ട് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അവിടെ റിട്ടേൺ കിട്ടുന്നു എന്നുള്ളതുകൊണ്ട്, റിട്ടേൺ ക്ലോസ് ഉള്ളതുകൊണ്ട് അതിനെന്ത് പറയാം? ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ദ കോമൺ ഫോം ഓഫ് ദിസ് കാറ്റഗറി ഇൻക്ലൂഡ്സ്, എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്? ഇങ്ങനെ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിൽ 2 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് ഹോൾ ലൈഫ് പോളിസി, അല്ലേ? അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലൈഫ് പോളിസികൾ, അല്ലെങ്കിൽ വേരിയബിൾ ലൈഫ് പോളിസികൾ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? സോ ദെൻ അതുപോലെ തന്നെ ജനറൽ, സോ ദീസ് ആർ ഓൾ ദി പോളിസി. ഹോൾ ലൈഫ്, എന്താ ഹോൾ ലൈഫ്? എൻഡോമെൻറ്റ് പോളിസിയും ഹോൾ ലൈഫ് പോളിസി, ഇങ്ങനെ 2 തരത്തിലാണ് പ്രധാനമായിട്ടും വരിക കേട്ടോ. എന്താണ് ഈ ഹോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ പ്രൊട്ടക്ഷൻ, ഇൻഷുറൻസിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കവറേജ് എന്ന് പറയുന്നത് എൻറ്റയർ ലൈഫ് പീരീഡ് വരെ ഉണ്ടെങ്കിൽ, ക്ലിയർ? ലൈഫ് പീരീഡ് മൊത്തമായിട്ടുണ്ടെങ്കിൽ അതിനെന്ത് പറയും? ഹോൾ ലൈഫ് പോളിസി എന്ന് പറയും. ക്ലിയർ? സോ ഹോൾ ലൈഫ് പോളിസീസ് ആർ ദോസ് പോളിസീസ് where the insurance protection will be available for the whole life of the insured. Okay, then
എൻഡോമെൻറ്റ് പോളിസി എന്താ, ഒരു നിശ്ചിത പീരീഡ് വരെ മാത്രമായിരിക്കും അത്. ക്ലിയർ? അപ്പോൾ ആ പീരീഡ് കഴിഞ്ഞ് ഇൻഷുറൻസിൻ്റെ ടേമും കഴിയും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പോളിസികൾക്ക് പറയുന്ന പേരാണെന്ത്, എൻഡോമെൻറ്റ് പോളിസി. ഫോർ എക്സാമ്പിൾ 10 ഇയർ, 15 ഇയേഴ്സ്, ക്ലിയർ, 20 ഇയേഴ്സ്, അങ്ങനെയുള്ള സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ടേം കഴിയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കോൺട്രാക്റ്റും അവസാനിക്കും, അതിൻ്റെ പൈസ നമുക്ക് കിട്ടും. ക്ലിയർ? സോ ദിസ് ഈസ് കോൾഡ് എൻഡോമെൻറ്റ് പോളിസികൾ. ഓക്കെ, ദെൻ അടുത്തൊരു കാറ്റഗറി ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താ, ജനറൽ ഇൻഷുറൻസ് ആണ് നമ്മൾ നോക്കി അല്ലേ. ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ നോൺ ലൈഫ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസിന് ശേഷം വരുന്നത് ജനറൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ നോൺ ലൈഫ് ഇൻഷുറൻസ്. ഇവിടെ എന്ന് പറയുന്നത് എന്താ, അവിടെ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഫിനാൻഷ്യൽ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഉദ്ദേശം എന്തായിരിക്കും, ഒരു ലോസ് വരുന്ന സമയത്തിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോമ്പൻസേഷനായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനറൽ ഇൻഷുറൻസ് പോളിസികൾ നമ്മൾ എടുക്കുക. So, including automobile and homeowners policies provide payments depending on the loss from a particular financial event. ഒരു പർട്ടിക്കുലർ ഈവൻ്റ് വരുന്ന സമയത്ത് അതിനെ സംബന്ധിക്കുന്ന ലോസിന് വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോളിസീസ് ഓഫർ ചെയ്യുന്നത്. ജനറൽ ഇൻഷുറൻസ് ഈസ് ടിപ്പിക്കലി കംപ്രൈസസ് ഓഫ് ഇൻഷുറൻസ് കവറേജ് that is not deemed to be the life insurance. ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാ പോളിസികളെയും നമ്മൾ പൊതുവായിട്ട് ജനറൽ ഇൻഷുറൻസ് എന്നുള്ള വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുക. അപ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള ബിസിനസ് വരാം. എന്തൊക്കെ വരാം, ഫയർ ഇൻഷുറൻസ് വരാം, മറൈൻ ഇൻഷുറൻസ് വരാം, ഓക്കെ, അതുപോലെ തന്നെ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് വരാം, ഹെൽത്ത് ഇൻഷുറൻസ് വരാം, ഓക്കെ, അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഇൻഷുറൻസ് വരാം, വെഹിക്കിൾ ഇൻഷുറൻസ് ചെയ്യാൻ പറ്റും, ക്രോപ്പ് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റും, സിക്നെസ്സോ ഇൽനെസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും, അൺഎംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ക്ലിയർ? ലയബിലിറ്റി ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ലയബിലിറ്റി ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ പലതരത്തിലുള്ള ഇൻഷുറൻസ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ദ ടേംസ് ഓഫ് ഇൻഷുറൻസ് ജനറലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കമ്പനി പ്രൊവൈഡിങ് ദി കവറേജ്. ക്ലിയർ? പക്ഷേ എങ്കിലും ഈ ജനറൽ ഇൻഷുറൻസ് പോളിസികളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ജനറൽ ഇൻഷുറൻസ് പോളിസികൾ അതിനൊരു പീരീഡ് ഉണ്ട്, വ്യക്തമായിട്ടുള്ളൊരു പീരീഡ്. എന്താണ്, ആ പോളിസി എടുത്തതിന് ശേഷം 1 വർഷം വരെയാണ് അതിൻ്റെ പീരീഡ്. ക്ലിയർ? സോ ജനറൽ ഇൻഷുറൻസ് പോളിസീസ് ആർ യൂഷ്വലി ടേക്കൺ ഫോർ എ പീരീഡ് ഓഫ് 1 ഇയർ. ക്ലിയർ? പോളിസിയുടെ ഡേറ്റ് മുതൽ 1 വർഷം വരെയാണ് അതിൻ്റെ കാലാവധി. ആ വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ, 1 വർഷം പോളിസി എടുത്ത് 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പോളിസി ലാപ്സായി. അപ്പോൾ വീണ്ടും പോളിസി റിന്യൂ ചെയ്യണം. ക്ലിയർ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ജനറൽ ഇൻഷുറൻസ് പോളിസിയിൽ അടയ്ക്കുന്ന പൈസ പ്രീമിയം നമുക്ക് തിരിച്ചു കിട്ടില്ല. ലോസ് ഒന്നും സംഭവിച്ചില്ല എങ്കിൽ, റിസ്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ, ഫിനാൻഷ്യൽ ലോസ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ ഇതിൻ്റെ പൈസ കിട്ടില്ല. ക്ലിയർ? അപ്പോൾ വളരെ കുറഞ്ഞ രീതിയിലുള്ള പ്രീമിയം ആയിരിക്കും അടയ്ക്കുക നമ്മൾ. ക്ലിയർ? ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്രോപ്പ് ഇൻഷുറൻസിന് വേണ്ടി ഇൻഷുർ ചെയ്തു. ക്ലിയർ? നമ്മൾ ആകെ മുടക്കുന്നത് 2 ലക്ഷം രൂപയുടെ ക്രോപ്പ് ഇൻഷുറൻസ് ആണ് ചെയ്തത്. നമ്മുടെ വിള അല്ലേ, ക്രോപ്പ്, നെല്ലോ അല്ലെങ്കിൽ വാഴയോ തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ക്രോപ്പ് ഇൻഷുറൻസ് ചെയ്തു 2 ലക്ഷം രൂപയ്ക്ക്. ക്ലിയർ? നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം ചിലപ്പോൾ 1000 രൂപയോ 1500 രൂപയോ 2000 രൂപയോ ആയിരിക്കും ഒരു വർഷത്തേക്ക്. ക്ലിയർ? ഒരു ക്രോപ്പിന് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക്. അപ്പോൾ നമ്മളത് അടച്ചു, ലോസ് ഒന്നും സംഭവിച്ചില്ല, നഷ്ടമൊന്നും സംഭവിച്ചില്ല, മഴയൊന്നും കൂടുതൽ പെയ്തില്ല, കൃഷിക്ക് യാതൊരു നാശനഷ്ടവും വന്നില്ല. അപ്പോൾ ഈ 1500 രൂപ നമ്മൾ അടച്ച പൈസ പ്രീമിയം ഇൻഷുറൻസ് കമ്പനി എടുക്കും. ക്ലിയർ? അവർ ഓൾറെഡി അടച്ചതാണ്. പിന്നെ നമുക്ക് കോമ്പൻസേഷൻ ഒന്നും വന്നിട്ടില്ല, നമുക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ലെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യില്ല. ക്ലിയർ? തിരിച്ചു തരുമില്ല ഈ പൈസ. ക്ലിയർ? പക്ഷേ നമ്മൾ 1500 രൂപ കൊടുത്തിട്ട് ക്രോപ്പ് ഇൻഷുറൻസ് അടച്ചു, പക്ഷേ നഷ്ടം വന്നു. 1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് വന്നത്, 2 ലക്ഷം രൂപയുടെ പോളിസി എടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, ഇൻഷുറൻസ് കമ്പനി നഷ്ടമൊക്കെ അസസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ 1 ലക്ഷം രൂപ നമുക്ക് കോമ്പൻസേഷൻ തരും. നമ്മൾ അടച്ചത് 1500 രൂപയുള്ളൂ, പക്ഷേ 1 lakh rupees കോമ്പൻസേഷൻ തരും. ക്ലിയർ? അപ്പോൾ അങ്ങനെ ലോസ് ഉണ്ടെങ്കിൽ ഇൻഡെംനിഫൈ ചെയ്ത് തരും, ലോസ് ഇല്ലെങ്കിൽ ഒന്നും തരില്ല. ക്ലിയർ? അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ അടയ്ക്കുന്ന പ്രീമിയം ഇൻഷുറൻസ് കമ്പനിയുടെ റവന്യൂ ആണ്. ക്ലിയർ? അത് ഒരിക്കലും ഇന്ത്യയിൽ തിരിച്ചു തരില്ല. ലോസ് വരുകയാണെങ്കിൽ ആ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുക. ഓരോ വർഷവും എന്ത് ചെയ്യണം, ഇത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. റിന്യൂ ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, പ്രീമിയം എക്സ്ട്രാ അടച്ചുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, so this is what general insurance. So Insurance Act 1972 and General Insurance Business Notification Act 1972 govern fire and marine insurance, while Indian Marine Insurance Act 1963 governs the Marine Insurance Act. അല്ലേ? അപ്പോൾ പ്രധാനമായിട്ടും ജനറൽ ഇൻഷുറൻസിൽ വരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്തൊക്കെ. ഒന്ന് അല്ലേ, മറൈൻ ഇൻഷുറൻസ്. ക്ലിയർ? അതുപോലെ തന്നെ ഫയർ ഇൻഷുറൻസ്. ഓക്കെ, അപ്പോൾ ഫയർ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള
കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ജനറൽ ഇൻഷുറൻസ് ബിസിനസ് നോട്ടിഫിക്കേഷൻ 1972 അതനുസരിച്ചിട്ട് ഫയർ ആൻഡ് മറൈൻ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുണ്ട്. ക്ലിയർ. അതുപോലെ തന്നെ ഇന്ത്യൻ മറൈൻ ആക്ട് ഇൻഷുറൻസ് ആക്ട് 1963 അനുസരിച്ച് മറൈൻ ഇൻഷുറൻസിനെ കുറിച്ച് മാത്രം അതിൽ പറയുന്നുണ്ട്. സോ ദീസ് ലോസ് കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ, മാനേജ്മെന്റ് ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് ദ കണ്ടക്ട് ഓഫ് ഇൻഷുറൻസ് ബിസിനസ് ഇൻ ഓൾ ദ ടൈം. അല്ലെ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കേസസിലുള്ള ഇൻഷുറൻസുകൾ എങ്ങനെ ചെയ്യാം, അല്ലെ കമ്പനികൾ എങ്ങനെ രൂപീകരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള കണ്ടീഷൻസ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഹൾ ഇൻഷുറൻസ്, HULL, ഹൾ ഇൻഷുറൻസ്. എന്താ ഹൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്? സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ടൈപ്പ് ഓഫ് മറൈൻ ഇൻഷുറൻസ് പോളിസീസ് available in the marketplace. It covers broad range of damages on a vessel's hull, machinery and equipment, which in turn gives the vessel's owner a level of confidence and security in the operating their yacht or ship in the international waters. Clear. അപ്പോൾ സീ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ചെയ്യുന്ന ഷിപ്പുകളുടെ ഓണേഴ്സിന് അല്ലേ ഇൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് ആണ് എന്ത്? ഹൾ ഇൻഷുറൻസ്. നോർമലി മറൈൻ ഇൻഷുറൻസിൽ എത്രയാണോ നമുക്ക് ലോസ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ, അങ്ങനെയുള്ള കേസസ് മാത്രമേ ഷിപ്പ് മുങ്ങിപ്പോയി അങ്ങനെയൊക്കെ ഉള്ള വരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നഷ്ടപ്പെട്ടുള്ളൂ. അതല്ലാതെ ക്ലിയർ, ഷിപ്പിൻ്റെ വില മാത്രമല്ല, അതിന് പുറമേ ഷിപ്പിന് മുകളിലുള്ള അല്ലേ മെഷീനറി ആണെങ്കിൽ മെഷീനറി, എക്യുപ്മെൻ്റ് ആണെങ്കിൽ എക്യുപ്മെൻ്റ്, ഓക്കെ, അതുപോലെ തന്നെ അതിലുള്ള ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് കൂടെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റമായിട്ട് കൊണ്ടുവന്നാണ് എന്ത്? ഹൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, ഇത് മറൈൻ ഇൻഷുറൻസിൻ്റെ പാർട്ടാണ് കേട്ടോ. എനിവേ, സോ ദീസ് ആർ സം ഓഫ് ദി പാർട്ട് ഓഫ് ജനറൽ ഇൻഷുറൻസ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറൻസ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, നമ്പർ 1 ഹൾ ഇൻഷുറൻസ്. നമ്പർ 1 എന്താണ്? കോൺട്രാക്ട് അല്ലേ. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ബിറ്റ്വീൻ ഇൻഷുർഡ് ആൻഡ് ഇൻഷുറർ. ഓക്കെ, ഇൻഷുർഡും ഇൻഷുററും തമ്മിൽ അണ്ടർടേക്ക് ചെയ്യുന്ന റിട്ടേൺ കോൺട്രാക്ട് ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻഷുറൻസ് പോളിസി ഒരു കോൺട്രാക്ട് ആണ്. കൺസിഡറേഷൻ ഉണ്ടാകുന്നു. കൺസിഡറേഷൻ പറയുന്ന പേരെന്താ? പ്രീമിയം ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ ഒരു കോഓപ്പറേറ്റീവ് എൻഡവർ ആണ് അല്ലേ. ഇൻഷുററും ഇൻഷുർഡും ഓൾ ഇൻഷുർഡും അല്ലേ ഇൻഷുററൊക്കെ തമ്മിലൊരു കോപ്പറേറ്റീവ് എൻഡവറാണ്. അവിടെ എന്ത് ചെയ്യും? നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു, റിസ്കിനെ സ്പ്രെഡ് ചെയ്യുന്നു. ക്ലിയർ. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? പൂളിംഗ് അല്ലേ. ഈ പൂളിംഗ് ഓഫ് റിസോഴ്സസ് അനുസരിച്ച്, പൂളിംഗ് ഓഫ് റിസ്ക് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നു? റിസ്ക് വരുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നു അല്ലേ. മറ്റ് എല്ലാവർക്കും വരുമ്പോൾ ചെറിയ ചെറിയ എമൗണ്ടേ വരുള്ളൂ. അതിനെല്ലാം കൂടെ പൂൾ ചെയ്തിട്ട് നഷ്ടം വരുന്നവർക്ക് നികത്തി കൊടുക്കുന്നു. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് മോണിറ്ററി റിസ്ക്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? മോണിറ്ററി റിസ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ റിസ്കിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഗുഡ് ഫെയ്ത്തിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ. ഉത്തമ വിശ്വാസത്തിലായിരിക്കണം ഇൻഷുറൻസ് പോളിസി നമ്മൾ എഴുതേണ്ടതും ഒപ്പിടേണ്ടതൊക്കെ. ക്ലിയർ. അപ്പോൾ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്തുകൊണ്ട് പോളിസി എടുക്കാൻ പാടില്ല എന്നർത്ഥം. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഇവിടെ അപ്ലിക്കബിൾ ആണ്. കാരണം എന്താ? നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ എത്രയാണോ നഷ്ടം വന്നിരിക്കുന്നത് അത് നികത്തി കൊടുക്കാൻ മാത്രമേ പ്രൊവിഷൻ ഉള്ളൂ. അല്ലാതെ പ്രോഫിറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി, പ്രോഫിറ്റിയറിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൊവിഷൻ ഇൻഷുറൻസിൽ അലോവബിൾ അല്ല. ക്ലിയർ. നോട്ട് ഗ്യാംബ്ലിംഗ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്തല്ല? ഒരു ഗ്യാംബ്ലിംഗ് അല്ല അല്ലേ. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അങ്ങനെയല്ല. ക്ലിയർ. സോ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് കവറിങ് ദ ലോസ്. ക്ലിയർ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ്.